ഹലോ, നമ്മളൊരു യാത്രയിലാണ്. അപ്പം ദേ ഞങ്ങൾ പ്ലൂന്ന് ജങ്കാറ് കടവാണിത്. അപ്പോൾ ഈ ജങ്കാറിൽ കൂടെ വണ്ടി കയറ്റിയിട്ട് ബോട്ട് ഓണാക്കും, പിന്നെ അത് അക്കരയിലെത്തും. അങ്ങനെയാണ് നമ്മൾ ഓരോ വണ്ടി അനുസരിച്ച് അകത്ത് ബോട്ടിനകത്ത് ആളുകൾക്ക് ഇരിക്കാം. ഈ ഒരു സംഭവം ജങ്കാറെന്ന് പറയാം. അതിൽ നമുക്ക് വണ്ടിയൊക്കെ കയറ്റി നിർത്താം. അപ്പോൾ അത് ഞങ്ങൾ കയറി വണ്ടി ജങ്കാറിലാണ്. അപ്പോൾ നമ്മുടെ തച്ചിലെടുത്ത് ഞണ്ട് മൂവിക്കകത്ത് മമ്മൂട്ടി വാണി വിശ്വനാഥനെ കാണുന്ന സീനൊക്കെ ഉണ്ട്. അത് ഈ ജങ്കാറയിൽ വെച്ചാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ പുളുങ്ങുന്നാറ്. ഭയങ്കര നല്ല മനോഹരമാണ്. ഇവിടെയൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജങ്കാറയിൽ പോവാണ്. ഇതൊക്കെയാണ് അക്കരെ. അപ്പോൾ അക്കരയിലോട്ടൊരു 6 കടന്നെടുത്തെത്തണം. അപ്പോൾ ഇപ്പോൾ പാലം പണിയൊക്കെ നടക്കാൻ പോവുകയാണ് ഇവിടെ. അപ്പം പിന്നെ ഈ ജങ്കാറിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പം നമുക്ക് ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലോട്ടൊക്കെ പെട്ടെന്ന് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് പുളുങ്ങുന്നു പള്ളിയാണ് അത് കാണുന്നത്. പള്ളിയൊക്കെ കാണാം. അപ്പം ഞങ്ങൾ ജങ്കാർ ഇറങ്ങി അക്കരയിൽ പിന്നെ അപ്പുറം വഴി വേറൊരു വഴിയുണ്ട്. അപ്പോൾ ആശുപത്രി പാലമൊക്കെ ഇറങ്ങണം. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഏത്തയ്ക്കാപ്പം കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ രാമങ്കേരി തന്നെയുള്ളൊരു സ്ഥലത്താണ് ആ ചേച്ചി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുവാണ്. ഒരു ചേട്ടനും ചേച്ചിയും കൂടാണ് കട നടത്തുന്നത്. അപ്പം ഞങ്ങളിത് അവിടെ കയറി അവർ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ചെറുതായിട്ട് എള്ളൊക്കെ മുക്കിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എള്ളൊന്നും മുക്കത്തില്ലല്ലോ. എള്ളൊക്കെ മുക്കിയാണ് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നത്. നല്ല സ്മൂത്ത് ഏത്തയ്ക്കാപ്പം, നല്ല ടേസ്റ്റാണ് ചേച്ചി ഉണ്ടാക്കിയ ഏത്തയ്ക്കാപ്പം. നല്ല കച്ചവടമൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ് അവിടെ. അപ്പോൾ അവർ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 8, 8:30, 9 മണി വരെ കാണും ആ കട. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കൊടുക്കുന്നത് ചേട്ടനാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ വെള്ളവും കൂടെ കൊടുക്കണമായിരുന്നു. അപ്പം ചേട്ടൻ വെള്ളം അവിടെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ കയറി നിന്ന് വീഡിയോ എടുത്താണ്. അപ്പം ഞങ്ങൾ 2 ഏത്തയ്ക്കാപ്പമൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ചേച്ചി ഉണ്ടാക്കുന്നതും കൂടെ എടുത്ത് ചൂടെണ്ണയ്ക്കകത്തോട്ട് ഏത്തയ്ക്ക അങ്ങോട്ടിട്ട് പിന്നെ അവിടെ കണ്ടോ ഏത്തയ്ക്കാപ്പവും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. അപ്പം ഞങ്ങളിന്ന് പോകുന്നത് എടത്തുവായിലോട്ടാണ്. അപ്പം ഇത് ഈ ചമ്പക്കുളം റൂട്ടിലാണ് ഞങ്ങളിന്ന് പോയത്. ഇത് നമ്മൾ ചമ്പക്കുളം പോരൂക്കര സ്കൂളാണത് ഈ കാണുന്നത്. അവിടുത്തെ ബസ്സൊക്കെയാണ് കണ്ടോ. ആ റൂട്ടിൽ കൂടെയാണ് ഞങ്ങൾ പോയത് ഇന്ന്. നേരത്തെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് വേഴപ്ര റൂട്ടാണ്. ഇത് ചമ്പക്കുളം റൂട്ടാണ്. നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഐശ്വര്യമാണ്. നമ്മുടെ കുട്ടനാടിൻ്റെ ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക സ്ഥലമെന്നൊക്കെ പറയാം. അവിടെ 2 സൈഡിലും മരങ്ങളും പാടശേഖരങ്ങളും ഇടയ്ക്കൊരു റോഡും ഒക്കെ ആയിട്ട് ഒത്തിരി തിരക്ക് പിടിച്ച റോഡൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം ഓടിക്കാം. വണ്ടി പഠിക്കുന്നവർക്കൊക്കെ ഈ റൂട്ടിൽ കൂടെ വന്നാൽ മതി, സിമ്പിളായിട്ട് വണ്ടി പഠിക്കാം. അപ്പം ഞങ്ങളിത് ഈ യാത്ര തുടർന്നു. 2 സൈഡിലും നമ്മുടെ ഈ കൃഷി ചെയ്യാൻ പാകത്തിന് നെല്ലൊക്കെ ഇതായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം കുറേ പേരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഈ വൈകുന്നേര സമയമാണ് കണ്ടോ. അവിടെ കൃഷിയുടെ സംഭവമൊക്കെയാണെന്ന് തോന്നുന്നു. കൃഷി ചെയ്യാൻ പാകമായി കണ്ടോ. അപ്പം ഞങ്ങളിതേ അങ്ങോട്ട് പോവുകയാണ്. അപ്പം കണ്ടോ കൊയ്ത്ത് മെഷീനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് വീഡിയോ എടുത്തു. ഇതാണ് കൊയ്ത്ത് മെഷീൻ. അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ടു. ആ ചേട്ടൻ കുറേ പേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ആ മെഷീനും അതെല്ലാം നോക്കി നിന്നു കുറേ നേരം. അതൊരു ചെറിയ കണ്ടമായിരുന്നു. പിന്നെ അപ്പുറത്ത് ആ ഒരു ഏരിയ മൊത്തം അതിൻ്റെ പുറകിലുമൊക്കെ ഒരുപാട് കണ്ടമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് അവിടെ. ഞങ്ങൾ കുറേ നേരമെല്ലാം അവിടെ നോക്കി. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കണ്ടമാണ്. അപ്പോൾ അവിടെയെല്ലാം കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു 3-4 മെഷീനുണ്ട് ആ കണ്ടത്തിൽ. ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു. ഒരു കടയിൽ കയറി അതിഥിക്ക് കുറച്ച് സ്കൂളിലോട്ട് വരയ്ക്കാൻ ആവശ്യമുള്ള കാർഡ്ബോർഡൊക്കെ മേടിക്കാൻ അതിന് വന്നതാണ്. അപ്പോൾ അവിടെ കുറേ തൊപ്പിയൊക്കെ തൂക്കിക്കിടപ്പുണ്ടായിരുന്നു. അവൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് പാവയും ബുക്സും ഒക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ ഞങ്ങളവിടെ കയറി പിന്നീട് വീണ്ടും യാത്ര തുടർന്നു. ഇത് എടത്തുവ പാലമാണ്. ആ പാലം ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ സെൻറ്റ് അലോഷ്യസ് കോളേജ് എടത്തുവ.
എൻ്റെ അച്ഛനൊക്കെ അവിടെ പഠിച്ചിട്ടുള്ള കോളേജാണ്, സെൻറ്റ് അലോഷ്യസ് കോളേജ്. അപ്പം അതേ ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തി. ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, അവിടെ കയറി. അവിടെ പിള്ളേരൊക്കെ ഉണ്ട് എടത്തുവായിൽ, അപ്പോൾ അവർക്ക് വേണ്ടി വല്ലതും മേടിക്കാൻ പോയതാണ്. അപ്പം ഞാൻ അവിടെ നിന്നൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് കുടിച്ചു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കടയിൽ നിന്ന് കയറി പിന്നെ പൊറോട്ടയാണ് മേടിച്ചത്. പൊറോട്ടയും ചിക്കൻ കറിയാണ് മേടിച്ചുകൊണ്ട് വന്നത് അവിടെ നിന്ന്. അപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവർ വല്ലപ്പോഴും കഴിക്കത്തുള്ളൂ. അപ്പം കൊച്ചിനൊരു ഡയറി മിൽക്ക് കൂടെ വാങ്ങിച്ചു. അപ്പം ഞങ്ങളിത് യാത്ര തുടർന്നു. ഇതാണ് അവരുടെ വീട്ടിലോട്ടുള്ള വഴി. ചെറിയൊരു ഇട റോഡാണ്, നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. രണ്ട് സൈഡും, ഒരു സൈഡിൽ വീടൊക്കെയാണ്, ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു ആറുണ്ട്. അപ്പം ആ വഴിയാണത്. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അവിടെ പോകാനായിട്ടൊക്കെ. ഒന്നാമത് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം, സൂപ്പറാണ്. അപ്പം നമുക്ക് നമ്മുടെ നാടിൻ്റെയൊക്കെ ആ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കണം, അപ്പോഴേ അറിയത്തുള്ളൂ നമ്മുടെ നാട്ടിലെ ഭംഗിയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എനിക്കതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്. ചെറിയ പാലമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതേ വണ്ടിയെ പോവാണ്. അവിടെ ഒരു ചെറിയ മോട്ടർ തറയൊക്കെ ഉണ്ട്, ഇതാണ് ആ മോട്ടർ തറ. അപ്പം രാത്രിയാകാറായി. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു സൈഡിലെ പടം കണ്ടൊന്നും കൊയ്യാറായില്ല. അപ്പം ഇത് അവരുടെ വീടിന് തൊട്ടടുത്ത ഭാഗമാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ വലയിടാനൊക്കെ വരും വൈകിട്ടൊക്കെ. മാമനുമൊക്കെ ആയിട്ട് വലയിടുന്ന അവിടെ വന്നിട്ടാണ് ചെറിയ മീനൊക്കെ കിട്ടാറുണ്ട്. അപ്പം മോട്ടർ തറയുടെ അവിടെ നിന്ന് വലിയ മീനൊക്കെ മേടിക്കും. സൂര്യൻ അസ്തമിച്ച് വരുന്നൊരു വ്യൂ ആണ്. അവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട്, കണ്ടോ, സൂപ്പറാണത്. കണ്ടോ ആ വ്യൂ ഒക്കെ കാണാനായിട്ട്. അവിടെ പാടശേഖരങ്ങളും ആറും പാലും പറമ്പും ഒക്കെ ആയിട്ട് സൂപ്പറാണ്. ഞങ്ങളെത്തിയപ്പം മാമനാണിത്, അവരുടെ വീടിൻ്റെ വാതിലാണ്. അപ്പം ഞങ്ങളിത് ഇവിടെ നിന്ന് പോന്നപ്പോൾ ഒരു ചൂര മേടിച്ചായിരുന്നു അവർക്ക് കൊടുക്കാനായിട്ട്. ചൂര മീനാണ്. അപ്പോൾ അത് അമ്മായി പെട്ടെന്നെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഇരുന്ന് കുറച്ച് വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക്. അപ്പോൾ അവിടുത്തെ അജിനത് വരച്ചെല്ലാം കൊടുത്ത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കഴിഞ്ഞു. അവിടെ എല്ലാം നിന്നു. പിള്ളേരെല്ലാം കൂടെ ഒത്തിരി നേരം അവിടെ നിന്ന് വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല, പിള്ളേരുമൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അപ്പം ഞങ്ങളുടെ വ്ളോഗ് ഇന്നത്തെ ഇതുകൊണ്ട് അവസാനിച്ചു. അപ്പം അവിടെ കുറച്ച് അവിടെ ഉപ്പിലിട്ട കുറേ ഇരുമ്പും പുളിയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം ഞങ്ങളുടെ ഈ വ്ളോഗ് തീർന്നു. അപ്പം നിങ്ങൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു.